or non-contrastive distribution. എന്താണ് dark L and clear L in English are in complementary or non-contrastive distribution. Love bulk, if we interchange the L doesn't change the meaning. അതായത് ലവ് എന്ന് പറയുന്ന ആ ഒരു വേർഡിലുള്ള ഫൊണീമായ എൽ എന്ന് പറയുന്ന ആ ഫൊണീം ബൾക്ക് എന്ന് പറയുന്ന വേറെ വേർഡിൽ സെയിം ഫൊണീമുണ്ട് എൽ അല്ലേ. ആ രണ്ട് ഫൊണീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ത് വരില്ല, ചേഞ്ച് വരില്ല. ചേഞ്ച് വരുമോ? നോ. ഇഫ് വി ഇൻ്റർചേഞ്ച് ദ സെയിം ഫൊണീം അല്ലേ, അത് സെയിം ഫൊണീമാണ്. സോ ദാറ്റ്സ് കോൾഡ് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ ഓർ നോൺ കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതാണെന്ത് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ ഓർ നോൺ കോൺട്രാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനം. അത് ഡാർക്ക് എല്ലും ക്ലിയർ എല്ലും. അത് വാട്ട് ഡാർക്ക് എൽ ക്ലിയർ എൽ. ക്ലിയർ എൽ എന്ന് പറഞ്ഞാൽ ലവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ക്ലിയർ എല്ലാണ്. സോ അവിടെ എന്തുണ്ട്, ആ എൽ എന്ന് പറയുന്ന ആ ല് എന്ന് പറയുന്ന ഒരു സൗണ്ടിൻ്റെ കറക്റ്റ് ഒരു ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. വാട്ട് വെൻ ഇറ്റ് ഗോസ് ടു ബൾക്ക്, ബൾക്കിലെത്തുമ്പോൾ എന്താണ് ബൾക്ക്, അവിടെ ല് എന്ന് പറയുന്ന സൗണ്ട് ല് എന്ന് പറയുന്ന സൗണ്ട് എന്തായിട്ട് മാറി ല് എന്ന് പറയുന്ന സൗണ്ടായിട്ട് മാറാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് ഡാർക്കൽ ആൻഡ് ക്ലിയറൽ. ഓക്കെ, ബട്ട് ഇൻ മലയാളം ദേ ആർ കോൺട്രാസ്റ്റീവ്. കാരണം എന്താ ഇതൊരു കോൺട്രാസ്റ്റീവ് വല വള രണ്ടും എന്തായിട്ട് മാറും, അതിൻ്റെ ആ ഒരു ഇത് മാറും. വല വള ഇവിടെ എന്ത് വരുന്നില്ല, രണ്ടും ഇത് മാറി വെച്ചിട്ട് അങ്ങോട്ട് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. So what is minimal pairs? A pair of words which are different from each other only in one sound. What is minimal pair? അതായത് ഒരൊറ്റ ഫൊണീമിൽ മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ. ഫിറ്റ് സിറ്റ്, ആ എഫ് മാറ്റിയിട്ട് എസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി സിറ്റായിട്ട് മാറി. അതായത് എ പെയർ ഓഫ് വേർഡ്സ് വിച്ച് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ഇൻ ഓൺലി വൺ സൗണ്ട്. ഒരൊറ്റ സൗണ്ടിൽ മാത്രം മാറ്റി വിളിക്കുന്ന പേരാണ് മിനിമൽ പെയർ വിളിക്കുന്നത് കേട്ടോ. then what is allophones? Allophones പറഞ്ഞാൽ എന്താ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സെയിം ഫൊണീം ബേസ്ഡ് ഓൺ ദി ഫോണറ്റിക് atmosphere in which they occur. Aspirated and unaspirated plosives. Example, kin and skin. കിന്നും സ്കിന്നും രണ്ട് ടൈപ്പ് വേർഡുകളാണ്. ഇൻ ദാറ്റ് q is a plosive. We already know that q is a plosive. So കിന്നിലും സ്കിന്നിലും വരുന്ന സമയത്ത് കിന്നിൽ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ പ്ലോസീവ്. വെൻ ഗോസ് ടു സ്കിന്ന് എന്തായിട്ട് മാർക്കി, ആ സ്കിന്ന് അവിടെ എസ് എന്ന് പറഞ്ഞ സൗണ്ടിൻ്റെ ഒരു ഇതുകൊണ്ട് പ്രസൻസും ഉണ്ട്. q എന്തായിട്ട് മാറി പ്ലോസീവ് അല്ലാണ്ടായി മാറി. സോ ദാറ്റ് ഈസ് കോൾഡ് അൺആസ്പിറേറ്റഡ് പ്ലോസീവ്. ഓക്കെ, ആസ്പിറേറ്റഡ് ആസ്പിറേറ്റഡ് അൺആസ്പിറേറ്റഡ് പ്ലോസീവ്സ് ആയിട്ട് മാറാണ്. അവിടെ സ്കിൻ എന്ന് പറഞ്ഞ വേർഡിൽ q എന്ന് പറഞ്ഞ ഒരു ഫൊണീം. ഡാർക്കൽ ആൻഡ് ക്ലിയറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡാർക്കലും ക്ലിയറലും. അലഫോൺസ് ആർ നോൺ കോൺട്രാസ്റ്റ് ആർ കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അടുത്തത് ഫോണോടാക്ടിക്സ്. വാട്ട് ഇസ് ഫോണോടാക്ടിക്സ്? എന്താണ് ഫോണോടാക്ടിക്സ് എന്ന് പറഞ്ഞ സാധനം? എന്താ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോണോടാക്ടിക്സ്? ബ്രാഞ്ച് ഓഫ് ഫോണോളജി ആണ്. ഇറ്റ്സ് കോൾഡ് ബ്രാഞ്ച് ഓഫ് ഫോണോളജി വിളിക്കുക അല്ലേ, ബ്രാഞ്ച് ഓഫ് ഫോണോളജി. വാട്ട് ഇസ് ഫോണോടാക്ടിക്സ്? ഇതൊക്കെ പ്രീവിയസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മറന്നു പോരുത്. ഇൻ ഫോണോളജി, ഫോണോടാക്ടിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ വേസ് ഇൻ വിച്ച് ഫൊണീംസ് ആർ അലൗഡ് ടു കോമ്പൈൻ ഇൻ എ പെർട്ടിക്കുലർ ബ്രാഞ്ച്. അതായത് ഈ ഫൊണീംസ് എവിടെയൊക്കെ വരാൻ പാടുണ്ട്. അതായത് എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ക്ലിയറലും ലിങ്കിങ് ആറും ഇൻട്രൂസീവ് ആറും പഠിക്കും. അതായത് ആർ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ഏതൊക്കെ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ ഇതൊക്കെ ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ട അതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത് ഫോണോ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫോണോളജി ദാറ്റ് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻസ് ഇൻ എ ലാംഗ്വേജ് ഓൺ ദ പെർമിസിബിൾ കോമ്പിനേഷൻ ഓഫ് ഫൊണീംസ്. അതായത് കുറച്ച് നമ്മൾ റെസ്ട്രിക്ഷൻസ് കുറച്ചല്ലേ നമ്മൾ ഒരു ഒബ്ജക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇൻ ദ കേസ് ഓഫ് ഫൊണീംസ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഒബ്ജക്ഷൻസ്. Studies the structure of a syllable in terms of phonemes. Phonemes of a particular language occur in a specific context and environment. The term used to refer the context is distribution. The final sound of sing can never occur in word initial position in English phonology. നമുക്ക് സിംഗ് എന്ന് പറയുന്ന ഒരു വേർഡിലെ ലാസ്റ്റ് ഫൊണീം ഏതാ? വിച്ച് ലാസ്റ്റ് ഫൊണീം ഇൻ ദാറ്റ് വേർഡ്? ങ് എന്ന് പറയുന്ന സിലബിൾ അല്ലേ, ങ് എന്ന് പറഞ്ഞ ഫൊണീമിലെ ലാസ്റ്റ്. ക്യാൻ വി സ്റ്റാർട്ട് എ വേർഡ് വിത്ത് ങ്? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനത്തെ കുറച്ച് റൂൾസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് ഫോണോടാക്ടിക്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഓക്കെ, സോ വാട്ട് ഈസ് ലിങ്കിങ് ആർ ആൻഡ് ഇൻട്രൂസീവ് ആർ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിങ്കിങ് ആറും ഇൻട്രൂസീവ് ആറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. വാട്ട് ഇസ് ലിങ്കിങ് ആർ? ലിങ്കിങ് ആർ മീൻസ് വേർഡ് ഫൈനൽ ആർ ഈസ് നോട്ട് യൂഷ്വലി പ്രൊനൗൺസ്ഡ് ആൻഡ് ആഫ്റ്റർ എ വവൽ. അതായത് ഒരു വവൽ സൗണ്ടിന് ശേഷം വരുന്ന ആർ എന്നുള്ള സൗണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, യൂഷ്വലി പ്രൊനൗൺസ് ചെയ്യാറില്ല. എക്സാമ്പിൾ, മൈ കാർ ഈസ് റെഡ്. In connected speech, when followed by another word beginning with a vowel, it is pronounced. Example ആണ് ഇപ്പം നമ്മൾ ഇപ്പോഴും കട്ടാവുന്നുണ്ട്.
ആ ഓക്കെ, അത് അങ്ങോട്ട് പോകുമ്പോഴാണ് വോയിസ് കട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ആറ് ഒറ്റയ്ക്ക് വരും. ഇപ്പോൾ കാർ, മൈ കാർ എന്നേ പറയുള്ളൂ, അല്ല മൈ കാർ എന്ന് പറയില്ല. നമ്മൾ ആറ് എപ്പോഴും സൈലൻ്റ് ആണ് അവിടെ. മൈ കാർ എന്ന് പറയില്ല, മൈ കാർ എന്നേ പറയുള്ളൂ. ബട്ട് വെൻ ഇറ്റ് ഇസ് കണക്ടർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് മൊത്തം പറയില്ല. അതാണ് ദാറ്റ് ഇസ് കോൾഡ് കണക്ടർ സ്പീച്ച്. ആ കണക്ടർ സ്പീച്ചിൽ വരുന്ന സമയത്ത് വി ഷുഡ് ഓൾവേസ് പ്രൊനൗൺസ് ദ ആർ. നമ്മൾ കണക്ടർ സ്പീച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ ആർ പ്രൊനൗൺസ് ചെയ്യണം. എക്സാമ്പിൾ, മൈ കാർ ഈസ് റെഡ് ആൻഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ്, അതായത് ആറിന് മുമ്പ് ഒരു വൊവൽ സൗണ്ട് മാത്രം വരികയാണെങ്കിൽ നമ്മൾ ആറ് പ്രൊനൗൺസ് ചെയ്യില്ല. ബട്ട് ആഫ്റ്റർ ആറ് അതിൽ വൊവൽ സൗണ്ട്, അതായത് എക്സാമ്പിൾ നോക്കുക, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ്. ആ ബട്ടറിന് മുന്നിൽ ആറ് മുന്നിൽ വരുന്ന വൊവൽ സൗണ്ട്, ഏതെന്ന് പറഞ്ഞ വൊവൽ സൗണ്ട് ആറ് മുന്നിൽ വരുന്നുണ്ട്. ആഫ്റ്റർ ആർ വാട്ട് ഇസ് വൊവൽ സൗണ്ട്, ഈ എന്ന് പറഞ്ഞ വൊവൽ സൗണ്ട് അതിന് ശേഷം വരുന്നുണ്ട്. സോ വി ഷുഡ് ഓൾവേസ് പ്രൊനൗൺസ് ആർ. മൈ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയേണ്ടി വരും. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ് വൺ, മൈ കാർ ഈസ് റെഡ്. വൈ വി pronounce R? Because after R there will be a vowel sound. Okay. The next one, intrusive R. One word ends in a vowel and another beginning with a vowel. അതായത് ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ്ഡ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് ഇൻ സ്പെല്ലിംഗ്. അതായത് ഒരു വേർഡ് ഒരു വവൽ സൗണ്ടിൽ അവസാനിക്കുകയും അടുത്ത വേർഡ് ഒരു വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആറിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആരെ പ്രൊനൗൺസ് ചെയ്യണമെന്നാണ് റൂള്. എക്സാമ്പിൾ, ദ ഐഡിയ ഓഫ് ഇറ്റ് എന്നല്ല പറയാം, ദ ഐഡിയാർ ഓഫ് ഇറ്റ് എന്ന് പറയാം കേട്ടോ. ബിക്കോസ് ആ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് ആ എന്ന് പറഞ്ഞ സിലബിളാണ്. നെക്സ്റ്റ് വേർഡായ ഓഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് ഓ എന്ന് പറയുന്ന ഒരു ഓവലാണ്. സോ വി ഷുഡ് ഓൾവേസ് യൂസ് ആർ ഇൻ ദാറ്റ് കേസ്. Then what is syllable? A group of phonemes that can be articulated in a single breath. In a syllable, only one vowel and one or more consonants beginning 3 ending 4 consonants. As a group of phonemes that can be articulated in a single breath. What is syllable? Syllable എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ബ്രത്തിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പ് ഓഫ് ഫോണീംസ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് സിലബിൾ. ഇൻ എ സിലബിൾ ഓൺലി വൺ വവൽ ആൻഡ് വൺ ഓർ മോർ കോൺസണൻസ്. ആ വൺ നമ്മൾ വവൽ വിളിക്കുന്ന പേരാണെന്നാണ് സിലബിക് ന്യൂക്ലിയസ് കേട്ടോ. സിലബിക് ന്യൂക്ലിയസ് ആണ് ആ വവൽ വിളിക്കുന്ന പേര് നമ്മൾ. ഇൻ എ സിലബിൾ ഓൺലി വൺ വവൽ ആൻഡ് വൺ ഓർ മോർ കോൺസണൻസ് ബിഗിനിങ് 3 എൻഡിങ് 4 കോൺസണൻസ്. എന്ത് ചെയ്യും, നമ്മൾ ഓൾവേസ് ബിഗിൻ ചെയ്യുന്നപ്പോൾ എന്തായിരിക്കും 3. ഒരു വവൽ സൗണ്ടിന് മുന്നേ മാക്സിമം എത്ര സൗണ്ട് വരാം, മാക്സിമം എത്ര കോൺസണൻസ് വരാം, 3 കോൺസണൻസ് വരാം. ആഫ്റ്റർ എ വവൽ സൗണ്ട് ഇറ്റ് ക്യാൻ എൻഡ് വിത്ത് 4 കോൺസണൻസ്. എ സിലബിക് മേ ബി കൺസിസ്റ്റ് ഓഫ് 1 or more സ്പീച്ച് സൗണ്ട്സ് ഈഗർ വൺ ഫോണീം ഇൻ ദ ഫസ്റ്റ് സിലബിൾ. എന്തേ ഉള്ളൂ, നമുക്ക് എന്തില്ല, ഒരു സിലബിളിൽ നമുക്ക് കോൺസണൻറ്റ് വേണം നിർബന്ധമില്ല. അതിന് എക്സാമ്പിളാണ് ഫസ്റ്റ് ഇത് ഈഗ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് സിലബിളാണ് ഈ എന്ന് പറയുന്ന ഫസ്റ്റ് സിലബിൾ. ദർ ഇസ് നോ കോൺസണൻറ്റ് ഇൻ ദാറ്റ് വേർഡ്. ബട്ട് ആഫ്റ്റർ സെക്കൻഡ് സിലബിൾ എന്തുണ്ട്, ഈഗ എന്ന് പറയുമ്പോൾ ഗ എന്ന് പറഞ്ഞൊരു കോൺസണൻറ്റ് വരുന്നത് പറഞ്ഞു കേട്ടോ. വൺ ഫോണീം ഇൻ ദ ഫസ്റ്റ് സിലബിൾ. ഒറ്റ ഫോണീമേ ഉള്ളൂ ഫസ്റ്റ് സിലബിളിൽ. ഈ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോണീമേ ഉള്ളൂ. എ വേർഡ് മേ കൺസിസ്റ്റ് ഓഫ് 1 or more syllables. What is monosyllabic word, what is disyllabic word, what is trisyllabic word, what is polysyllabic words? What is monosyllabic word? ഓൺലി ഒരൊറ്റ സിലബിളേ ഉണ്ടാവുള്ളൂ. പെൻ ഒറ്റ സിലബിളേ ഉള്ളൂ. അതിലേതാ വവൽസ് ഏതല്ലേ, വിച്ച് ഇസ് വവൽ ഇൻ ദറ്റ് വേർഡ് പെൻ. എ എന്ന് പറഞ്ഞ വവൽസ് ആണ്, പെൻ എന്ന് പറഞ്ഞ വവൽ. ഇ എന്നല്ല എ, പെൻ. കം അതിലേതാ വവൽസ് ഉണ്ട്, ആ, കം, ആ. നെക്സ്റ്റ് വൺ റെഡ്, ഏതാ വവൽസ് ഉണ്ട്, എ എന്ന് പറഞ്ഞ വവൽസ് ആണ് കേട്ടോ. ഈ നെക്സ്റ്റ് വൺ ഡൈസിലബിക് വേർഡ് 2 പ്രോമിനൻറ്റ് സൗണ്ട്സ് ഉണ്ടാവും, അതായത് 2 സിലബിൾസ് ഉണ്ടാവും. ലെറ്റർ എന്ന് പറഞ്ഞാൽ അതൊക്കെ സൗണ്ട് വരുന്നില്ലേ, ലെറ്റ് എന്ന് പറഞ്ഞൊരു സൗണ്ടും ദെൻ ടെർ എന്ന് പറഞ്ഞ നെക്സ്റ്റ് സൗണ്ടും ലെറ്റർ. നെക്സ്റ്റ് വൺ എന്താണ്, സിസ് എന്ന് പറഞ്ഞ ഒരു സിലബിളും ടെർ എന്ന് പറഞ്ഞ അടുത്ത സിലബിളും. നെക്സ്റ്റ് വൺ ട്രൈസിലബിക് വേർഡ്, എന്താ 3 പ്രോമിനൻറ്റ് സൗണ്ട്സ് ഉണ്ടാവും. ദെൻ വാട്ട് ഇസ് പോളിസിലബിക് വേർഡ്, വേർഡ്സ് മോർ ദാൻ 2 syllables. 2 syllablesനേക്കാൾ ഉള്ളതാണ് വിളിക്കുന്നത് നമ്മൾ 2 syllables അല്ല 3 syllables ആണ്. 3 syllablesനേക്കാൾ ഉള്ളത് നമ്മൾ വിളിക്കും നമ്മൾ പോളിസിലബിക് വേർഡ് കേട്ടോ. അപ്പോൾ civilization, examination, that is called polysyllabic word. So we have learned monosyllabic word, disyllabic word, trisyllabic word and also polysyllabic word. Then most prominent phoneme of a syllable is called syllabic nucleus. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ത്, മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫോണീം ഓഫ് എ സിലബിൾ ഈസ് കോൾഡ് സിലാബിക് ന്യൂക്ലിയസ്. സിലാബിക് ന്യൂക്ലിയസ് നമ്മൾ വിളിക്കുകയാണ് കേട്ടോ സാധനത്തെ. അതായത് എന്താണ് ന്യൂക്ലിയസ് വിളിക്കുന്നതാണ്, വവൽ സൗണ്ട് നമ്മൾ ന്യൂക്ലിയസ് വിളിക്കുന്നത്. വവൽ, പ്യുവർ വവൽ ഓർ ഡിഫ്തോങ്സ് ഫോം ദ ന്യൂക്ലിയസ് ഓഫ് ദി സിലബിൾ. നമ്മളെന്താണ്, നമ്മൾ വവൽ, പ്യുവർ വവലോ അല്ലെങ്കിൽ ഡിഫ്തോങ്ങോ എന്ത് ചെയ്യാം, ന്യൂക്ലിയസ് ആയിട്ട് മാറാം എന്നാണ് പറയുന്നത്.
It is also called central element or obligatory element. It is also called central element or obligatory element. നമ്മൾ എന്തിനാ വിളിക്കുന്നത് ഈ സെൻട്രൽ എലമെൻറ്റ് എന്തിനാ വിളിക്കുന്നതാ ന്യൂക്ലിയസിനെ വിളിക്കുന്നതാണ് കേട്ടോ. സെൻട്രൽ എലമെൻറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി എലമെൻറ്റ് വിളിക്കുന്നത് ന്യൂക്ലിയസിനെ വിളിക്കുന്നതാണ്. കോൺസണൻസ് ആർ ദ മാർജിനൽ എലമെൻറ്റ്സ് ഇൻ എ സിലബിക് സ്ട്രക്ചർ. സോ വാട്ട് ഇസ് കോൺസണൻസ്? വി കൻ കോൾ കോൺസണൻസ് ആസ് എ മാർജിനൽ എലമെൻറ്റ്സും നമുക്ക് വിളിക്കാൻ പറ്റും കേട്ടോ. The nucleus is marked as V and the marginal elements are marked as C. So we can mark nucleus as V and marginal element like consonants as C. Vowels നമ്മൾ V എന്ന് മാർക്ക് ചെയ്യും, കോൺസണന്റ് എന്ത് ചെയ്യും C എന്നും മാർക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ സിലാബിക് കോൺസണൻസ്. വാട്ട് ഇസ് സിലാബിക് കോൺസണൻസ്? എന്താണ് സിലബിക് കോൺസണൻസ് എന്ന് വിളിക്കുന്നതാണ്? ദർ ആർ സർട്ടൻ സിലബിൾ വെയർ ഇൻ ദ ന്യൂക്ലിയർ പ്ലേസ് ഈസ് ഒക്യുപ്പൈഡ് ബൈ കോൺസണൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ദേ ആർ വാട്ട് വവൽസ് ആയിരിക്കും. But in certain times it is also occupied by consonants. അവിടെ എന്ത് ചെയ്യും? കോൺസണൻസും ഒക്യുപ്പൈ ചെയ്യാം. എക്സാമ്പിൾ കെറ്റിൽ, മട്ടൻ, ലിറ്റിൽ, ബട്ടൺ, കൊട്ടൻ. അതെന്താണ്? കെറ്റിൽ എന്ന് പറയുന്ന സമയത്ത് കെറ്റിൽ എന്ന് പറയുന്നത് അവിടെ ഇല്ലെന്ന് പറയുന്നത്, അല്ല കെറ്റിലി എന്ന് പറയണില്ല, കെറ്റിൽ. കെറ്റിൽ എന്ന് പറയുന്ന സമയത്ത് കെറ്റ് എന്ന് പറയുന്ന ഒറ്റ സിലബിളാണ്. ദെൻ നെക്സ്റ്റ് വൺ ലിൽ എന്ന് പറയുന്ന ഒറ്റ സിലബിളാണ്. ആ ലിൽ എന്ന് പറയുന്ന സിലബിൾ എന്തില്ല? നമുക്ക് എന്തില്ല? എന്തല്ലാത്തത്? അതിൽ വവലുണ്ടോ? വവലില്ല. ബട്ട് വി ഹാവ് ടു ടേക്ക് ആസ് എ 2 syllables. ദാറ്റ് ഈസ് കോൾഡ് സിലാബിക് കോൺസണൻസ്. അവിടെ ആ കോൺസണൻ്റായ ല് മീന്, ഈ 3 കോൺസണൻ്റ് ആണെന്ന് വിളിക്കുന്നത് നമ്മൾ സിലാബിക് കോൺസണൻസ്. ല് മീന് അവസാനിക്കുന്ന വേർഡുകൾ മിക്കവാറും എന്തുണ്ടാവില്ല, അതിൻ്റെ ലാസ്റ്റ് വേർഡിൽ ലാസ്റ്റ് സിലബിൾ എന്തുണ്ടാവില്ല? വവൽസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ. ദെൻ റിലീസിങ് കോൺസണൻറ്റ് വിച്ച് മീൻസ് when a syllable begins with a consonant. അതായത് ഒരു സിലബിൾ കോൺസണൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് റിലീസിങ് കോൺസണൻറ്റ് ഓർ ഓൺസെറ്റ് എന്ന് വിളിക്കാറുണ്ട്. then what is arresting consonant? കോഡ. when a syllable ends with a consonant. then the first syllable of each of these words has 3 structure of releasing consonant on the nucleus. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആവശ്യമില്ല. the next one linguistics. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. linguistics മീൻസ് ഫ്രം ലിംഗ്വ, ലാറ്റിൻ മീൻസ് ടങ്. എങ്ങനെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ വേർഡ് ഉണ്ടായത്? ഫ്രം ലാറ്റിൻ വേർഡ് ലിംഗ്വ. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഓരോ സ്ലാങ്ങിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഇതിലുള്ള രണ്ടാമത്തെ കണ്ടോ, ഡൈക്രോണിക് ആൻഡ് സിങ്ക്രോണിക്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ആ ഒരു പോയിന്റ്. നോട്ട് ഓൺ പെർട്ടിക്കുലർ ലാംഗ്വേജ് ബട്ട് ഹ്യൂമൻ ലാംഗ്വേജ് ഇൻ ജനറൽ. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനല്ല, മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന എല്ലാ ലാംഗ്വേജിനെ കുറിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്. വാട്ട് ഇസ് ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് വാട്ട് ഇസ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്? ഡൈക്രോണിക് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഓഫ് എ ലാംഗ്വേജ്, ഹൗ ദ ലാംഗ്വേജ് ഇവോൾവ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് കാലങ്ങളായിട്ട് നമ്മൾ ഒരു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയാണ്, ഒരു ഹൗ ദ ലാംഗ്വേജ് ഇവോൾവ്സ് എ പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് പഠിക്കുന്നത് 1840 ഇംഗ്ലീഷിന് എന്തായിരുന്നു? 18th century. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇൻ 18th century? വാട്ട് ഇസ് കണ്ടീഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ 17th century? വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് ലാംഗ്വേജ് ഇൻ 19th century? വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ 20th century? അങ്ങനെ ഓരോ സെഞ്ചുറി നമ്മൾ പഠിക്കുമല്ലോ. അത് വിളിക്കുന്ന പേര് ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്. സോ വാട്ട് ഇസ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്? ഹൗ ലാംഗ്വേജ് ഫങ്ഷൻസ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ആ ലാംഗ്വേജ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പഠിക്കുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഏരിയയാണ് എന്ത് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് കേട്ടോ, മറന്നു പോകണ്ട. ദെൻ കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് 2 ലാംഗ്വേജസ്. ദെൻ നമുക്കിവിടെ വെച്ച് നിർത്താം കേട്ടോ, എനിക്ക് വയ്യ ഒന്നാമത്. അപ്പോൾ ബാക്കി നമ്മൾ 1-2 ക്ലാസ്സും കൂടെ നമുക്ക് വേണ്ടി വരും, അത് നമ്മൾ തീർക്കും. പിന്നെ നമ്മൾ ഈ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ 24th to 30, അപ്പോൾ ആ ടൈമിലുള്ള മാക്സിമം നമ്മൾ ലെസൺസ് തീർക്കും കേട്ടോ. മാക്സിമം പോർഷൻ തീർത്തിട്ട് 30ക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സെഷൻ ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ മാക്സിമം ബാക്കിയുള്ള പോർഷൻസൊക്കെ എടുത്തിട്ട് PYQ ചെയ്യിക്കും, നിങ്ങളെ കൊണ്ട് PYQ ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള സെഷൻസൊക്കെ നമ്മൾ എടുപ്പിക്കും, ഞാൻ എടുത്തു തരും. നന്നായി പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു 18 ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ പഠിക്കാനുള്ള. അപ്പോൾ അതും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആവും കേട്ടോ എക്സാമിനേക്കുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ വി വിൽ സീ യു ടുമോറോസ് ക്ലാസ്. വയ്യാത്തതുകൊണ്ടാണ്.